കഷായത്തിൽ വിഷം കലർത്തി ആൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി അല്പസമയത്തിനകം. തിരുവനന്തപുരം പാറശാല സ്വദേശി ഷാരോൺ രാജീവിനെ പെൺസുഹൃത്തായ ഗ്രീഷ്മയും വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ഷാരോണിന്റെ കുടുംബം മീഡിയ വണ്ണോട് പറഞ്ഞു. നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. പരമാവധി ശിക്ഷ അവർക്ക് കിട്ടും. നീതി കിട്ടും. അവർക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടും. വളരെ കടുത്ത മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസം എൻ്റെ മോനെ കാണാതെ വളരെയേറെ സങ്കടപ്പെട്ടും കരഞ്ഞു. എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഓരോ ദിവസവും കഴിച്ചുകൂടുന്നെങ്ങനെ മരിച്ച് ജീവിക്കണം. എൻ്റെ മോനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലാണ്. അവൾക്ക് പരമാവധി ശിക്ഷ കൊടുത്ത് ശിക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു. പരമാവധി ശിക്ഷ കൊടുക്കണം അവർക്ക്. കോടതിയിലേക്ക് പോകുന്നുണ്ടോ ഈ ശിക്ഷ കേൾക്കാനായിട്ട്? അല്ല, കോടതിയിൽ പോകുന്നില്ല. ഫുൾ ടൈം നമ്മളെ കൂടെ ഈ ക്രൈം ബ്രാഞ്ച് ഓഫീസിലെ ആൾക്കാരായാലും പിന്നെ നമ്മുടെ വക്കീൽ വിനീത് ശ്രീകുമാർ സാറെന്ന പേര്, അപ്പോൾ സാറും ഉണ്ടായിരുന്നു കൂടെ എല്ലാത്തിനും. പിന്നെ പാറശാല പോലീസ് സ്റ്റേഷനിലെ സാറായാലും എല്ലാവരും ഭയങ്കര പിന്തുണയായിരുന്നു നമ്മളെ കൂടെ. എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേസ് 2 മാസം കൊണ്ടാണ് ഇത് ഇങ്ങനെ പെട്ടെന്നുള്ള ഈ രീതിയിലോട്ട് വരുമ്പോഴും തന്നെ വക്കീലിനാണ് എന്താ പറയുക, വക്കീൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എപ്പോഴാണ് വിധി വരുന്നത്? ധന്യ, 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ആദ്യം തന്നെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ കേസിൽ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. നമുക്കറിയാം, കേരളം ഏറെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയായിരുന്നു ഈ ഷാരോൺ രാജ് എന്ന യുവാവിന്റെ കൊലപാതകം. ഈ ഗ്രീഷ്മ എന്ന പെൺസുഹൃത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആദ്യം 2 തവണ ജ്യൂസിൽ ഉയർന്ന ഡോസിലുള്ള മരുന്ന് കലക്കി നൽകുന്നു. അത് കയ്പായതുകൊണ്ട് കുടിച്ചില്ല. പിന്നീട് കളനാശിനി ചേർത്ത് കഷായം നൽകുകയാണ്. ഇത് കുടിച്ച് അബോധാവസ്ഥയിലായി ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ മരിക്കുന്നത്. ഈ മരണമൊഴിയായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ പറഞ്ഞിരുന്നു താൻ കഷായം കുടിച്ചതിന് ശേഷമാണ് ദേഹാസ്വസ്ഥം ഉണ്ടായത് എന്നുള്ളത്. പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാറും ചേർന്ന് നടത്തിയ ആസൂത്രണത്തിനൊടുവിലാണ് ഈ കൊലപാതകം നടന്നതെന്ന്. ഇതിൽ 2021 മുതൽ ഗ്രീഷ്മയും ഷാരോൺ രാജും പ്രണയത്തിലായിരുന്നു. പിന്നീട് ഈ ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിക്കുന്നു. അത് തമിഴ്നാട് സ്വദേശിയായ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. ആയുമായാണ് ഈ വിവാഹം നിശ്ചയിക്കുന്നത്. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഷാരോൺ രാജിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഷാരോൺ അതിന് തയ്യാറായില്ല. തുടർന്നാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. പലതവണ ഈ കൊലപാതകത്തിനായി ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അവസാനമാണ് 2022 ഒക്ടോബറിൽ ഈ വിഷം കലക്കി നൽകുന്നത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു. ഈ 99 സാക്ഷികളെ വിസ്തരിച്ചു. 53 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. ശാസ്ത്രീയ തെളിവുകളുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കേസ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെളിവ് എന്ന് പറയുന്നത് ഈ കളനാശിനി വാങ്ങിയ ഉടമയുടെ മൊഴി അടക്കം ഉള്ളതാണ്. ഇത് കൂടാതെ ഈ ജ്യൂസ് ചലഞ്ചിന് വേണ്ടി, അതായത് ജ്യൂസിൽ ഈ ഹൈ ഡോസുള്ള മരുന്ന് കലക്കി നൽകുന്നതിന് വേണ്ടി പലതവണ ഇന്റർനെറ്റിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അന്തിമവാദം ഈ മാസം 3-നാണ് പൂർത്തിയായത്. ഇന്ന് കോടതി വിധി പറയുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഈ കുറ്റക്കാരാണോ എന്നുള്ളതിൽ വിധി പറയുകയും ശിക്ഷാവിധി അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കും. അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ, അതായത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കേരളം വളരെ ഗൗരവത്തോടു കൂടി കണ്ട ഒരു കേസാണിത്. ഈ കഷായത്തിൽ ഒരു യുവാവിനെ വിഷം കലർത്തി നൽകിയ സംഭവം, അതിന്റെ കോടതി നടപടികൾക്ക് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശരി സാജിദ്.